ഞാൻ പിറന്ന മണ്ണ്, ഞാനിഴഞ്ഞ മണ്ണ്, ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ്, വേദകൽപ്പപാദപത്തിൻ വേരുറച്ച മണ്ണ്, ധ്യാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ്, പഞ്ചമാതൃഭക്തി ഭാവമുജ്വലിച്ച മണ്ണ്, മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ്, എന്റെ മണ്ണിതാനിതിന്റെ പുണ്യമെന്തു ചൊല്ലുക, എന്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും, ഞാൻ പിറന്ന മണ്ണ്, ഞാനിഴഞ്ഞ മണ്ണ്, ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ്. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ആരംഭിക്കാം. ഒരിക്കൽ കൃഷ്ണനും രാധയും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ഒരു തേനീച്ച വന്ന് രാധയെ ശല്യപ്പെടുത്താൻ തുടങ്ങി. കൃഷ്ണൻ ഒരു ഗോപാലകനോട് ആ തേനീച്ചയെ ഓടിക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് കൃഷ്ണൻ തന്റെ അരികിലില്ലെന്ന് രാധയ്ക്കും രാധ തന്റെ അരികിലില്ലെന്ന് കൃഷ്ണനും തോന്നി. യഥാർത്ഥത്തിൽ പരസ്പരം ചേർന്നിരുന്ന അവർ വിരഹ ദുഃഖത്താൽ കരയാൻ തുടങ്ങി. അവരുടെ സ്നേഹമാകുന്ന കണ്ണുനീരിൽ നിന്ന് പ്രേമ സരോവരം എന്ന തടാകം രൂപപ്പെട്ടു. തുടർന്ന് ഒരു പെൺകിളി രാധയുടെ പേര് ഉച്ചത്തിൽ വിളിച്ച് രാധയെ ഉണർത്തി. തുടർന്ന് രാധ കൃഷ്ണനെയും ബോധത്തിലേക്ക് കൊണ്ടുവന്നു. ഇരുവരും പരസ്പരം പ്രണയത്തോടെ പ്രേമ സരോവരത്തിലേക്ക് നോക്കിയത്രേ. ആ സമയത്ത് രാധ തന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനത്ത് കൃഷ്ണനെ കണ്ടു അത്രേ. കൃഷ്ണനോ തന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനത്ത് രാധയെയും. അങ്ങനെ പ്രേമ സരോവരം ഉദാത്ത പ്രേമത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറി. ഏവർക്കും ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അറിവിന്റെ ഉത്സവവേദിയെ ധന്യമാക്കുന്ന നമ്മുടെ ആചാര്യസഭയെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. സ്വാമി നന്ദാത്മജാനന്ദ, പ്രബുദ്ധ കേരളം എഡിറ്റർ, രാമകൃഷ്ണ മിഷൻ, തൃശൂർ. ശ്രീ അലക്സാണ്ടർ ജേക്കബ്സ്, മുൻ DGP. ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സർ, കോട്ടയം ബെസേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ. ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സംസ്കൃത വിഭാഗ അധ്യക്ഷ, ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂർ. ഇന്ന് നമുക്ക് ഒരു റോൾ പ്ലേ കണ്ടുകൊണ്ട് ആരംഭിക്കാം അല്ലേ? ശ്രീമദ് ഭാഗവതത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു റോൾ പ്ലേ ആണ് ശ്രേഷ്ഠ ഭാരത വേദിയിൽ ആദ്യം അരങ്ങേറാൻ പോകുന്നത്. റോൾ പ്ലേ അവതരിപ്പിക്കാനായിട്ട് എറണാകുളം എളമക്കരയിലുള്ള ഭവൻസ് വിദ്യാമന്ദിറിൽ നിന്നും വേദയാണ് ഈ വേദിയിലേക്ക് എത്തുന്നത്. ഇളമക്കര ഭവൻസ് വിദ്യാമന്ദിർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വേദയാണ് ഇന്ന് രംഗാമൃതത്തിലൂടെ ശ്രേഷ്ഠ ഭാരതം വേദിയിൽ എത്തിച്ചേരുന്നത്. സംസ്കൃത കഥാകഥന മത്സരത്തിലും വിവിധ കായിക മത്സര ഇനങ്ങളിലും പങ്കെടുത്ത് വിജയിയായ ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് വേദ. നമുക്ക് സ്വാഗതം ചെയ്യാം വേദയെ. നമസ്കാരം വേദ. നമസ്തേ. എന്തുണ്ട് വിശേഷം? സുഖം തന്നെ. സുഖാണല്ലേ? ഞാൻ ഉണ്ടല്ലോ വേദക്കുട്ടിയെ പറ്റി കുറെ കാര്യങ്ങൾ അറിഞ്ഞു.
വേദക്കുട്ടിയുടെ സ്കൂളുകാർ എൻ്റെ അടുത്ത് പറയാ, വേദ എപ്പോഴും ഓട്ടവും ചാട്ടവും ആണ്, ഒരു മിനിറ്റ് പോലും നിൽക്കില്ല എന്ന്. ആണോ? ആ കുറെ സ്പോർട്സിലെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ സ്പോർട്സിൽ ഐറ്റംസ്? ഞാൻ കൂടുതൽ റണ്ണിങ് ഓട്ടാണ് ചെയ്യാറുള്ളത്. ലോങ് ജമ്പും ഉണ്ട് അല്ലേ? ആ ലോങ് ജമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മതിയല്ലോ, അതും അത്രയും ഭയങ്കര ബഹളമൊക്കെ വെച്ച് നടക്കണ ഒരു മിടുക്കിയായിട്ടുള്ള കുട്ടി ഇങ്ങനെ ഗൗരവമായ ഒരു വേഷം കെട്ടിയപ്പോ എന്താ തോന്നിയത്? ആത്മദേവന്റെ വേഷം കെട്ടിയപ്പോ എനിക്ക് നന്നായി തോന്നി. ആണോ? ഇപ്പൊ ടീച്ചർമാരൊക്കെ പറയായിരുന്നു, ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, എത്ര ശാന്തതയും സമാധാനത്തിലൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയായിരുന്നു. ഇപ്പൊ ഒരു സുന്ദരി കുട്ടിയാണെന്ന് ഇവിടെ വളരെ ശാന്തവും സമാധാനവുമായ ഒരു റോളാണ് നമുക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോണത് അല്ലേ? ആ. എന്താണ് ഇന്നത്തെ വിഷയം? ഇന്ന് ആത്മദേവന്റെ വിഷയമാണ്. സന്താനലബ്ധി ഉണ്ടായ ആത്മദേവൻ. നമുക്ക് ആരംഭിക്കാം അല്ലേ? ആ. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി രംഗാമൃതം. ആത്മദേവൻ യതിയുടെ ഉപദേശപ്രകാരം മാമ്പഴം പത്നിയായ ധുന്ധുലിയെ ഏൽപ്പിക്കുന്നു. ശേഷം ദേശാന്തരത്തിനായി പോകുന്നു. എന്നാൽ അവളാകട്ടെ ഗർഭാവസ്ഥയിലുള്ള പീഡകളെക്കുറിച്ചും തന്റെ സൗന്ദര്യത്തിന് കോട്ടം തട്ടുമോ എന്ന് ചിന്തിച്ചും ആ മാമ്പഴം അവർ വളർത്തുന്ന പശുവിന് കൊടുക്കുന്നു. ശേഷം തന്റെ അനുജത്തിയുടെ കുഞ്ഞിനെ താൻ പ്രസവിച്ച കുഞ്ഞാണെന്ന വ്യാജേന വീട്ടിൽ വളർത്താൻ തുടങ്ങുന്നു. അവന് ധുന്ധുകാരി എന്ന നാമകരണം ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ ആത്മദേവൻ ദേശാന്തരത്തിനു ശേഷം വീട്ടിലെത്തുന്നു. തന്റെ കുഞ്ഞിനെ കാണുന്നു. എനിക്ക് ഭാഗ്യം വന്നു ചേർന്നു. കാലങ്ങളായുള്ള എന്റെ ആഗ്രഹം നിറവേറിയിരിക്കുന്നു. യതിയുടെ അനുഗ്രഹത്താൽ ലഭിച്ച ഈ പുത്രനാൽ എന്റെ ശിരോലിഖിതം തന്നെ മാറാൻ പോകുന്നു. ധന്യോഹം ധന്യോഹം. ഞാനും എന്റെ പത്നിയായ ധുന്ധുലിയും പാർവതി പരമേശ്വരന്മാരെ പോലെ പരസ്പര സ്നേഹത്തിൽ ലീനരായി ഒന്നായി വർത്തിച്ചു വന്നു. എന്നാൽ ഞങ്ങളുടെ ദാമ്പത്യവല്ലരി വളരെ കാലം കഴിഞ്ഞിട്ടും പൂവിട്ടില്ല. അതിനായി എത്രയെത്ര പ്രാർത്ഥനകൾ, എത്രയെത്ര വ്രതങ്ങൾ, എത്രയോ ദാനധർമാദി കാര്യങ്ങൾ, എന്നിട്ടും ഒരു ഫലവും കിട്ടിയില്ല. എന്നാൽ എന്റെ ഭാഗ്യരേഖ തെളിഞ്ഞ സമയമായതിനാലാകാം ആ യതിവര്യനെ ഞാൻ കണ്ടുമുട്ടിയത്. അദ്ദേഹം തന്ന ദിവ്യമാമ്പഴം ഭക്ഷിച്ച് എന്റെ പത്നി ഗർഭം ധരിച്ചു. യതിയുടെ വേഷം ധരിച്ചു വന്ന സാക്ഷാൽ ഈശ്വരൻ തന്നെയാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് ആത്മദേവന്റെ ഭൃത്യൻ തൊഴുത്തിലെ പശു ഒരു ദിവ്യ ശിശുവിനെ പ്രസവിച്ച വാർത്ത അറിയിക്കുന്നു. എന്തൊരതിശയം! പശു അദ്ഭുത ബാലനെ പ്രസവിച്ചെന്നോ? ഞാൻ വേഗം ചെല്ലട്ടെ. എല്ലാം എന്റെ മകന്റെ ഭാഗ്യം. അവന്റെ ദിവ്യത്വമാണ് ഞാൻ ഇന്നീ കാണുന്നത്. അതിതേജസ്വിയായ മറ്റൊരു പുത്രനും കൂടെ എനിക്ക് ഉണ്ടായിരിക്കുന്നു. പശുവിന്റെ കർണങ്ങളോട് ജനിച്ച ഇവന് ഞാൻ ഗോകർണൻ എന്ന നാമധേയം ചെയ്യും. യതിവര്യന്റെ അനുഗ്രഹത്താൽ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്വർഗം ഇങ്ങീ ഭൂമിയിലെ എനിക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ധന്യോഹം ധന്യോഹം. വേദക്കുട്ടി, എന്തോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പെർഫോമൻസ് കാണാനായിട്ട്. താങ്ക് യു. എന്തെങ്കിലും അഭിനയത്തോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടോ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഇല്ല അല്ലേ? അപ്പൊ എന്നിട്ടും ആദ്യമായിട്ടാണ് ചെയ്യണതല്ലേ? ആദ്യമായിട്ടാണോ ഈ റോൾ പ്ലേ അല്ലെങ്കിൽ അഭിനയത്തിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നത്? ആദ്യമായിട്ടാ ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു അല്ലേ? നല്ല ഭാവിയുണ്ട് അഭിനയത്തില്. തീർച്ചയായിട്ടും
ഒരു പുതുമക്കാരിയുടെ ഒരു ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കൂ, ആത്മദേവനായി വളരെ ഗൗരവത്തോടെ ഇവിടെ നിന്ന കുട്ടി ശിവാനി വന്ന് വേദക്കുട്ടി എന്ന് വിളിച്ചപ്പോ എന്തോന്ന് വിളി കിട്ടു. ആ ഒരു കഥാപാത്രത്തെ അത്രത്തോളം ആവാഹിച്ചു എന്നതിനൊരു കഥാപാത്രം വരുന്നു, കഥാപാത്രം പോകുന്നു, വേദക്കുട്ടി അവിടെ ഉണ്ട്. അത് നല്ല രീതിയാണ്. അപ്പൊ നമുക്കിനി ആചാര്യസഭയുടെ അഭിപ്രായം കേൾക്കാല്ലേ വേദ? ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി സംവാദാമൃതം. സംവാദാമൃതത്തിൽ വളരെ ഗൗരവമുള്ള, ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിലാണ് ഈ കഥ വരുന്നതെങ്കിൽ കൂടി അത് ശ്രീമദ് ഭാഗവതത്തിലേക്കുള്ള കൃത്യമായ ഒരു ഉപനയനമാണ്. ശ്രീമദ് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു കൃത്യമായ വഴി തെളിക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഇതിന് ഇന്നത്തെ കാലത്തു കൂടി വളരെ പ്രസക്തമായ പല ആശയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു കഥ കൂടിയാണ് ആത്മദേവൻ്റെത്. പലപ്പോഴും നമ്മളിങ്ങനെ ഒരു റോൾ പ്ലേ രൂപത്തിലൊന്നും ആത്മദേവൻ എന്ന കഥാപാത്രത്തെ സങ്കല്പിച്ചിട്ട് കൂടിയില്ല. ദുന്ധുകാരിയുടെ അച്ഛനാണ്, ദുന്ധുളിയുടെ ഭർത്താവാണ്, ജ്ഞാനിയായ ഗോകർണന്റെ പിതാവാണ്. അങ്ങനെയൊക്കെയാണ് ആത്മദേവനെ അവതരിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, ഒരു വളരെ ശാന്ത സ്വഭാവിയായ, നമ്മുടെ സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന, പതിധർമ്മം അനുഷ്ഠിച്ച് ഈശ്വര പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ആത്മദേവന് ജീവിതത്തിൽ ഒരു വലിയ ദുഃഖമായിരുന്നു. പുത്രന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു ദുഃഖമായിരുന്നു. അത് ഏതൊരു മനുഷ്യനെയും പോലെ അദ്ദേഹം അതിനെ മറികടക്കാനാണ് ശ്രമിച്ചത്. മനുഷ്യരെല്ലാവരും തങ്ങൾക്ക് നല്ലത് വരുമെന്ന് കരുതിയാണ് പലതിലേക്കും പോയി ഇടപെടുന്നത്. നമുക്ക് ജീവിതത്തിൽ നന്മയുണ്ടാകും എന്ന് കരുതിയിട്ടാണ്, ഒരു വലിയ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ടാണ് പുത്രന്മാരുണ്ടായാൽ സന്തോഷമാകുന്നത് നമ്മൾ കരുതുന്നു. പക്ഷേ എപ്പോഴും അതങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് പുത്രന്മാരില്ലാതിരിക്കുന്നതാവും സന്തോഷം. ഉണ്ടായ പുത്രൻ, ഇനി ദുന്ധുകാരിയുടെ കഥ നമ്മൾ കേൾക്കാൻ പോകുന്നുണ്ട്. ദുന്ധുകാരിയെ പോലെ അദ്ദേഹത്തിന്റെ ശാന്തിയും സമാധാനവും ഈ കണ്ട കുറച്ചു നേരം കൂടിയൊക്കെ നിലനിന്നിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പുത്രൻ വളർന്നു വന്നപ്പോൾ അച്ഛനും അമ്മയും ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ പീഡകളും അനുഭവിച്ചുകൊണ്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ടത്. ദുന്ധുളിയുടെ സ്വഭാവത്തിൻ്റെ വൈകൃതവും അവരുടെ ഒരു വ്യാജ സ്വഭാവവും ഒക്കെയാണ് ദുന്ധുളിയുടെ സ്വഭാവത്തിലും ദുന്ധുകാരിയുടെ സ്വഭാവത്തിലും നാം കാണുന്നത്. എന്തായാലും ഈ കഥ ആധുനിക കാലത്തു കൂടി മനുഷ്യർ പലതും ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പലതിലേക്കും ഇടപെടുന്നു. പക്ഷേ ജീവിതം തരുന്ന ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾക്ക് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു മനുഷ്യന്റെ ദുരവസ്ഥയെയാണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ നിസ്സഹായതയാണ് ഇത് കാണിക്കുന്നത്. ആത്മദേവന് തൻ്റെ മറ്റൊരു പുത്രൻ ഉണ്ടായിരുന്നു. ഈ ദുരവസ്ഥയിൽ നിന്നും മോചനം നേടാൻ ഒരു മാർഗം പറഞ്ഞു കൊടുക്കാൻ ആത്മദേവന് മറ്റൊരു പുത്രൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ദുരിതക്കയത്തിൽ ആണ്ടുപോകുന്ന മനുഷ്യന് ജീവിതത്തിൽ തെളിഞ്ഞു വരുന്ന എന്തെങ്കിലുമൊക്കെ സാധ്യതകളെ തിരിച്ചറിയാൻ പറ്റിയാൽ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. എന്തായാലും ആത്മദേവന്റെ സന്തോഷവും ഇനി അദ്ദേഹം അനുഭവിക്കാൻ പോകുന്ന മനോവേദനകളിലേക്കും ഒക്കെ വെളിച്ചം വീശുന്ന ഒരു ചിന്തയാണ് ഇന്ന് നാം ഇവിടെ പങ്കുവച്ചത്. ആത്മദേവന്റെ ഭാവ തീവ്രതയെ കുറച്ചുകൂടി അടുത്തറിയാം. നമുക്ക് സ്വാമിജിയോട് ചോദിക്കാം. വളരെ മനോഹരമായിട്ടത് ഈ കഥ അവതരിപ്പിച്ചു. താങ്ക് യു. എനിക്ക് തോന്നുന്നു വ്യർത്ഥമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ സമയം കളഞ്ഞതെന്നാണ് അവസാനം ആത്മദേവന് മനസ്സിലാകുന്നത്. കൂട്ടിയും കിഴിച്ചും നോക്കിയാൽ അവസാനം ദുഃഖം മാത്രമാണ്. പൊതുവെ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ തന്നെയാണ്. വ്യർത്ഥമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമയവും ഊർജവും ഒക്കെ ചെലവഴിക്കുന്നത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഒരു വളരെ മനോഹരമായ ഒരു കഥ പറയുന്നുണ്ട്. സംഭവമാണിത്. കുറേ കുടിയന്മാർ വൈകുന്നേരം വന്നിട്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നദിയുടെ ഇക്കരയിൽ നിന്നും അപ്പുറത്തേക്കാണ് അവർക്ക് പോകേണ്ടത്. അവർ വർത്താനമൊക്കെ പറഞ്ഞ് ഈ വള്ളം തുഴഞ്ഞു തുടങ്ങി രാത്രിയായി. വെളുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ വള്ളം അടുത്ത തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, എങ്ങോട്ടേക്കും പോയില്ല. നമ്മുടെയൊക്കെ പ്രവൃത്തികൾ ഇങ്ങനെ തന്നെയാണ്. ആത്യന്തികമായിട്ട് ഇതൊക്കെ വ്യർത്ഥമായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മളൊക്കെ എത്തുന്നത്. ഇവിടെ പക്ഷേ ആത്മദേവൻ്റെ പുത്രലാഭം അത് ആത്യന്തികമായി ഗുണമായിട്ടാണ് ആത്മദേവൻ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുത്രനും ഭാര്യയും ഒക്കെ കൊടുത്ത ദുഃഖം
ആത്മദേവനെ വിവേകത്തിലേക്കും ജ്ഞാനത്തിലേക്കും ഒക്കെയാണ് നയിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത് ഗുണപരമായിട്ട് തന്നെയാണ് വന്നു ചേരുന്നതെന്ന് പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് ചിലർ പഠിക്കുന്നു, ചിലർ പഠിക്കുന്നില്ല. ഇവിടെ യതിയിൽ നിന്നും ഈ പുത്രലാഭം കാരണമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ദുഃഖം വന്നതുകൊണ്ടാണ് യതിയിൽ നിന്നും ഇങ്ങനെ വിവേകം ഉണ്ടാകാനൊക്കെ കാരണമായത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. പിന്നെ ദുന്ധുലിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ സ്ത്രീത്വത്തിൻ്റെ ജീർണിച്ച ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. നോക്കുക, സൗന്ദര്യവും യൗവനവും ഒക്കെ നശിക്കും എന്ന് കരുതി അവർ ഗർഭധാരണം വേണ്ടാന്ന് വെക്കുകയാണ്. ഇന്നും നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും പാശ്ചാത്യ ദേശത്തും ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അത് കാലികമായ പ്രസക്തിയെയും കൂടി ഇത് വിളിച്ചോതുന്നുണ്ട്. മാത്രമല്ല ദുന്ധുലി ഭർത്താവിനെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. അവസാനം എന്തായി? അവർക്കും ദുഃഖം മാത്രമാണ് കിട്ടുന്നത്. അവർ ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, ഒന്നോർക്കണം. എന്നിട്ട് ഒടുവിൽ പ്രേതമായിട്ട് അലയേണ്ടി വരുന്നു. ഇതൊക്കെ വളരെ താത്വികമായ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. സർ, മനുഷ്യൻ ഇപ്പോൾ ആത്മദേവൻ തൻ്റെ പുത്രനോട് എത്രമാത്രം വാത്സല്യത്തോടെയാണ് ഇടപെട്ടതെന്ന് നമുക്ക് അറിയാം. മനുഷ്യരൊക്കെ സുഖമുണ്ടാവുമെന്ന് കരുതിയാണ് പലതിലേക്കും പോയി ഇടപെടുന്നത്. പക്ഷേ ആത്യന്തികമായി അവനെ വിരക്തിയിലേക്കാണ് ഒരുപക്ഷെ അത് നയിക്കുന്നുണ്ടാവുക. എങ്ങനെയാണ് ആത്മദേവൻ്റെ മനോസംഘർഷങ്ങളെ, ആത്മദേവൻ്റെ ജീവിതത്തെയൊക്കെ ഭാഗവതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത്? ശ്രീമദ് ഭാഗവതം ഒരു ഭക്തിയുടെ ശാസ്ത്രം മാത്രമല്ല, ജീവിതശാസ്ത്രവും കൂടിയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാണിക്കുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ വിശ്വസിക്കും, വരാൻ പോകുന്ന നമ്മൾ വിശ്വസിക്കാറില്ല. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ആത്മദേവൻ്റെ കഥ ഒരു പക്ഷെങ്കിൽ അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിൽ വായിച്ച് കണ്ട കുട്ടികളെ കൈമാറുന്നതും കുട്ടികളെ വെച്ചുമാറുന്നതും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും ശിശുക്ഷേമ സമിതിയിൽ എത്തിക്കുന്നതും അവിടെ നിന്നും വിദേശങ്ങളിൽ കൊണ്ടുപോകുന്നതും തിരിച്ച് പോലീസുകാർ ഇടപെട്ട് തിരിച്ചു കൊണ്ടുവരുന്നതും ആയ ഒരു വലിയ സംഭവ കഥ നമ്മളിപ്പം പത്രത്തിൽ വായിച്ചപ്പോഴാണ് ആത്മദേവൻ്റെ ഈ കഥ ഭാഗവതം എന്നെ പറഞ്ഞതാണ് നമുക്ക് മനസ്സിലാകുന്ന ഇപ്പോഴാണ്. ഇവിടെയാണ് ഭാഗവതത്തിന് കൂടുതൽ മഹാത്മ്യം. ഈ ആത്മദേവൻ്റെ കഥയിലും സംഭവിച്ചതാണ്. സന്താനമുണ്ടാവാതെ എല്ലാ സത്കർമ്മങ്ങളും നിത്യേന ചെയ്ത് ബാക്കിയെല്ലാം നമ്മുടെ സങ്കല്പത്തിൽ നിൽക്കും. വിവാഹം വരെ ഒരു സന്താനം ഉണ്ടാകണം എന്ന് നമ്മൾ മാത്രം വിചാരിച്ചാൽ ആവില്ല. അതിന് ദൈവഗതിയുടെ നിശ്ചിതമായൊരു ഇടപെടലുണ്ടാവണം എന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ആത്മദേവൻ അങ്ങനെ വിവാഹം കഴിഞ്ഞ് 6-7 വർഷക്കാലം സന്താനം ഉണ്ടാവാതെ കരഞ്ഞു വിളിച്ച് വിഷമിച്ച് പല ഋഷിമാരുടെ അടുക്കൽ ചെന്നു. അവരൊക്കെ പറഞ്ഞു തനിക്കുണ്ടാവില്ല, ഉറപ്പാണ്, അല്ല ഉണ്ടായേ പറ്റുള്ളൂ. ഒരു ഋഷിമാരെല്ലാം കൂടെ കൂടി ഇദ്ദേഹത്തിൻ്റെ ജാതകം നോക്കിയിട്ട് പറഞ്ഞു, ഇനി 7 ജന്മത്തേക്ക് സന്താനം ഉണ്ടാവില്ല. ഈ ജന്മം എന്നല്ല, 7 ജന്മം ജനിച്ചാലും സന്താനം ഉണ്ടാവില്ല, അങ്ങനെയാണ് അങ്ങയുടെ വിധി എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടു. നീ ഇതേ ഉള്ളു വഴി, ഞാൻ ആത്മഹത്യക്ക് പോവാണെന്ന്. അപ്പോൾ ഋഷിമാരെ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു പ്രതിവിധി പറ്റുമോ എന്ന് പരീക്ഷിച്ച് നോക്കാം. ഞങ്ങൾ വളരെയധികം മന്ത്രങ്ങൾ കൊണ്ട് ജപിച്ച് സംശുദ്ധമാക്കിയ ഒരു മാമ്പഴം തരാം, ഒരു പഴം, അത് കൊണ്ട് കൊടുക്കൂ. അത് പത്നി കഴിച്ചു കഴിഞ്ഞാൽ പത്നിക്ക് ഗർഭം ഉണ്ടാവാം, സന്താനം ഉണ്ടാവും. സന്തോഷത്തോടെ ആത്മഹത്യയിൽ നിന്നും തിരിച്ചെത്തി പോവാതെ ഈ പഴം കൊണ്ടിരുന്ന് പത്നീൻ്റെ കൈ കൊടുത്തിട്ട് അദ്ദേഹം വീണ്ടും തീർത്ഥയാത്രകൾക്ക് പോയി. അപ്പോഴാണ് പത്നി ധുന്ധുലി, ആധുനിക സ്ത്രീകളുടെ ഒരു അപൂർവം ചില സ്ത്രീകളുടെ ഒരു സ്വഭാവം, എനിക്ക് വിവാഹം കഴിഞ്ഞാൽ മതി, ഗർഭം ധരിക്കണമെന്നൊന്നുമില്ല, സന്താനം ഉണ്ടാവണമെന്നില്ല, അതൊന്നും എനിക്ക് അതൊന്നും കഷ്ടപ്പാടാണ്, പറ്റില്ല. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, അരുചി ഉണ്ടാകും, വയറ് വീർത്ത് വരുന്തോറും എനിക്ക് സ്വന്തമായിട്ട് നടക്കാൻ പറ്റത്തില്ല, സ്പീഡിൽ ഓടാൻ പറ്റത്തില്ല, ഒരു വണ്ടി ഇടിക്കാൻ വന്നാൽ ഓടിപ്പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ കുറേ ന്യായങ്ങളൊക്കെ വീണ്ടും വീണ്ടും നിരത്തി അതുകൊണ്ട് ഞാൻ അതിനാഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒരു പശുവിന് കൊടുത്തു. അപ്പോഴാണ് ഇനി ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഇത് ഭരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അനുജത്തിയുടെ പുത്രനെ
കാശ് കൊടുത്തെന്നും കൊടുത്തില്ലെന്നുമുണ്ട്. അനുജന് എന്തോ പാരിതോഷികം കൊടുത്തിട്ടാണ് ഇതിനെ വാങ്ങുന്ന വസ്തുത. കാരണം ഇന്നിപ്പം നടക്കുന്ന ഒരു കുട്ടികളെ കൈമാറാട്ടം ചെയ്യുന്ന ഒരു കഥ, എന്നിട്ട് അറിയാതെ രഹസ്യമായി സ്വന്തം പുത്രനെ പോലെ വളർത്തി ആ പുത്രന് സംഭവിച്ച ദുരന്തങ്ങളാണ് ഇനി ഭാവിയിൽ അങ്ങോട്ട് നമ്മൾ വായിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് സന്താനലബ്ധി ഈശ്വര അനുഭൂതി കൊണ്ട് ഇടപെടൽ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, നമ്മൾ വിചാരിച്ചാലാവുന്നതല്ല. അത് ഈശ്വരദത്തമായ ഒരു അനുഗ്രഹമാണ്. അത് വിൽക്കാനും കൊണ്ടു നടക്കാനുമുള്ളൊരു വസ്തുവല്ല. അതേപോലെ ഈശ്വരദത്തമായൊരു സമ്പത്തിനെ പോലെ അതിനെ കണ്ട് വളർത്തി വിനിയോഗിച്ചില്ലെങ്കിൽ വരുന്ന ഒരു ദുരന്തത്തെ കാണിക്കുന്ന അതിമനോഹരമായൊരു കഥയാണ്. ഭാഗവതം കൂടി നിന്ന് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന അപാകതകളെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുമായിരുന്നു. പണ്ടെങ്ങും വിശ്വസിച്ചിരുന്നില്ല, ഇപ്പോൾ നമുക്ക് വിശ്വാസമായി ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന കാര്യം. ഇതാണ് ഭാഗവതത്തിൻ്റെ ആനുകാലികമായ ഏറ്റവും വലിയ പ്രസക്തി. അത് കൊടുവെന്ന് പറയും, പക്ഷേ ആർക്കെങ്കിലും അനുഭവം വരുമ്പോൾ നമ്മൾ പറയും ഇത് ഭാഗവതത്തിൽ പറഞ്ഞായിരുന്നു. ഇനിയും വരാൻ പോകുന്നതും ഭാഗവതം പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ നമുക്കത് മനസ്സിലാകണമെങ്കിൽ സ്വന്തം അനുഭവത്തിൽ വരണം. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ തന്നെ ഈ കഥ നിബന്ധിച്ചത് ഇങ്ങനെ ഒരു ആത്മദേവൻ്റെ കഥയിലൂടെ ഈ സന്താനത്തിൻ്റെ ആ ലബ്ധിയുടെ ഈശ്വരദത്തമായ അനുഗ്രഹവും അതിനെ വളർത്തിക്കൊണ്ടിരുന്നതിലുള്ള കാപട്യത ഒഴിവാക്കണമെന്നുള്ള രണ്ട് സത്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തലാണ് ഈ കഥയുടെ ലക്ഷ്യം. സാർ, ഈ കഥ വായിക്കുമ്പോഴേ പലപ്പോഴും തോന്നാറുള്ളത് നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ കാണുന്ന ഒരു ത്രില്ലർ സിനിമയുടെ ഒരു പശ്ചാത്തലമുണ്ട് ഈ കഥയ്ക്ക്. അതിനുള്ള എല്ലാ ചേരുവകളുമുള്ള ഒരു കഥ പോലെയാണ് ഭാഗവതകാരൻ അന്നേ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കഥയുടെ സാങ്കത്യത്തെ സർ മനസ്സിലാക്കുന്നത്? ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന ഒരുപാട് വിവാഹങ്ങളിൽ വിവാഹത്തിന് മുമ്പ് തന്നെ കുട്ടികൾ പാടില്ല എന്നൊരു കണ്ടീഷനിലാണ് ഒരുപാട് പേർ വിവാഹം കഴിക്കുന്നത്. ഗർഭം ധരിക്കാൻ സാധ്യമല്ല, കുട്ടികൾ പാടില്ല എന്നുള്ള കണ്ടീഷനിൽ ഒരുപാട് പേര്, അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയിലും ധാരാളം പേര് വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ സെക്സ് ആകാം, കുട്ടി പാടില്ല എന്നൊരു സംഭവം. അപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. രണ്ടാമത്തത്, പ്രസവിച്ചു പോയി അബദ്ധത്തിൽ കുട്ടിയെ വളർത്താൻ വയ്യ, കുട്ടിയെ ഉപേക്ഷിക്കുക, കളഞ്ഞു കളയുക. ഇതാണ് ദുന്ദുലയുടെ അനിയത്തി ചെയ്യുന്നത്. കുട്ടിയെ പ്രസവിച്ചു, പക്ഷെ വളർത്താൻ വയ്യ എനിക്ക്, അതുകൊണ്ട് ചേട്ടത്തി കൊടുത്തേക്കാം എന്നുള്ള പരിപാടി. ഇത് രണ്ടും സൂചിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവം ഇപ്പോഴത്തെ യുവാക്കന്മാർ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ പരീക്ഷത്തിനോട് കഥ പറയുമ്പോൾ ഈ കഥ വാസ്തവത്തിൽ പരീക്ഷത്തിൻ്റെ പൂർവികർക്ക് പലതവണ സംഭവിച്ചിട്ടുള്ളതാണ്. ഗംഗാദേവി ശാന്തനുവിൻ്റെ കുട്ടികളെ 7 എണ്ണത്തിനെ പ്രസവിച്ചു, എന്നിട്ട് ആറ്റിലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. 8ാമത്തെ ഗംഗാദത്തൻ അല്ലെങ്കിൽ ഭീഷ്മന് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. പാണ്ഡുവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ജനിച്ച പാണ്ഡവന്മാർ ഒരെണ്ണത്തിനും പാണ്ഡുവിൻ്റെ ബ്ലഡില്ല, പാണ്ഡുവിൻ്റെ DNA ഇല്ല. ആദ്യം ജനിച്ച കുന്തിദേവിക്കുണ്ടായ കുട്ടിയെ ആറ്റിലൊഴുക്കി കളഞ്ഞു, വളർത്തിയില്ല കുന്തിദേവി. അത് കൗന്ദയനായി വളരേണ്ട കർണൻ രാധയനായി വളരേണ്ടി വന്നു. പിന്നെ ജനിച്ച 3 എണ്ണവും പാണ്ഡുവിൻ്റെ അല്ല. മാദ്രിക്കുണ്ടായ കുട്ടികൾ 2 എണ്ണവും പാണ്ഡുവിൻ്റെ അല്ല. പാണ്ഡുവിൻ്റെ അല്ലാത്ത കുട്ടികൾ പാണ്ഡുവിൻ്റേതാണെന്ന് പറഞ്ഞ് പാണ്ഡവരെന്ന് പറഞ്ഞ് ജീവിച്ചൊരു കഥ അവിടെ ഇങ്ങനെ നിൽക്കുന്നു, വളരെ ശ്രദ്ധേയമായിട്ട്. ഇനി ധൃതരാഷ്ട്രരും പാണ്ഡുവും അവർ രണ്ടുപേരും വിചിത്രവീരൻ്റെ മക്കളാണോ? അല്ല. വിചിത്രവീരൻ്റെ ഭാര്യമാരായ അംബികയും അംബാലികയും നാട്ടുകാരറിയാതെ വേദവ്യാസനെ കൊണ്ടുവന്ന് വേഴ്ച നടത്തി ഉണ്ടായതാണ് ഈ ധൃതരാഷ്ട്രരും പാണ്ഡുവും. അപ്പോൾ പരീക്ഷത്തിനോട് ഇത് പറയാനൊക്കത്തില്ല, നിന്റെ അപ്പന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയ പണികളുണ്ടല്ലോ, ഈ പണി എന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല ഈ കഥ. അതുകൊണ്ടാണ് വേറൊരു കഥ പറഞ്ഞിട്ട് ഈ സംഭവം അതിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കയറ്റുന്നതാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ്, വിവാഹം എന്ന് പറയുന്നത് ലൈംഗിക സുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് അനന്തര തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു സംഭവമാണ് എന്ന ഒരു തത്വം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് തന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോയി പ്രസംഗിക്കാനായിട്ട്. ഡിങ്ക് എന്നാണ് സംഘടന. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്തോ ഡിങ്ക് എന്ന്. അവിടെ ചെന്ന് ചോദിച്ചതിൻ്റെ ഫുൾഫോം എന്തോന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഡബിൾ ഇൻകം നോ കിഡ്സ്. ഭർത്താവിനും ഭാര്യയ്ക്കും ജോലിയുണ്ട്, കുട്ടികളെ വളർത്താൻ ഞങ്ങൾക്ക് സമയമില്ല, അതുകൊണ്ട് നോ കിഡ്സ്. വേറൊരു സംഘടന സിംഗിൾ ഇൻകം നോ കിഡ്സ്. ഭർത്താവിന് മാത്രമേ ജോലിയുള്ളൂ, ഭാര്യയ്ക്ക് ജോലിയില്ല, അപ്പോൾ മക്കളെ വളർത്താനുള്ള പൈസയില്ല. ഇനി എന്നാണോ നിങ് എന്നൊരു സംഘടന ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോ ഇൻകം നോ കിഡ്സ് എന്ന് പറഞ്ഞ ഒരു സംഘടന എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. മറ്റേ രണ്ടിനും ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഇൻകം അനുസരിച്ചല്ല കുട്ടി ഈശ്വരദാനമാണ്, അതിനെ വളർത്തണം. ഭാര്യയുടെ സൗന്ദര്യം പോകുമെന്ന് വിചാരിച്ചിട്ട് കുട്ടിയെ പ്രസവിക്കാതിരിക്കാൻ തയ്യാറാവരുത്. ആ പാഠം ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാം ഈ കഥയിലൂടെ. പ്രസവിച്ചു, എനിക്ക് കുട്ടിയെ വളർത്താൻ വയ്യ. ഞാൻ എത്രയോ അനാഥാലയങ്ങളിൽ പോയി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്നറിയാമോ? ഈ മദർ തെരേസയുടെ കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ 100 കണക്കിന് കുട്ടികളാണ് പ്രസവിച്ച ശേഷം
അമ്മയ്ക്ക് നോക്കാം. ചിലത് അവിഹിത ഗർഭത്തിലുണ്ടാകുന്ന കുട്ടിയാണ്, ചിലത് പ്രസവിച്ച ശേഷം കുട്ടിയെ വളർത്താൻ അച്ഛനും അമ്മയും തയ്യാറല്ല, കുട്ടിയെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ വിടുകയാണ്, അവിടെ കുട്ടി വളരുകയാണ്. ഇത് ഇങ്ങനെ കുട്ടിയെ വളർത്താൻ തയ്യാറില്ലെങ്കിൽ ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള അനാഥാലയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ഇത് മൂന്നാമത്തെ ഒരു പാഠമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ കുട്ടിയെ വളർത്തുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന അനന്തരതലമുറയെ വളർത്താനുള്ള വലിയ ഒരു ഫംഗ്ഷനാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആധുനിക ശാസ്ത്രം ഈ ഗർഭത്തിൻ്റെ വലിയ രഹസ്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു സ്ത്രീ ഗർഭം ധരിച്ച് കുട്ടിയെ പ്രസവിക്കുമ്പോൾ അച്ഛൻ്റെ 23 ക്രോമോസോം അമ്മയുടെ 23 ക്രോമോസോം ഓരോ സെല്ലിലും ഒരു കുട്ടിയാണ് ജനിക്കുന്നത്. ആ മകൻ അല്ലെങ്കിൽ മകൾക്ക് കൊച്ചുമോനോ കൊച്ചുമകളോ ഉണ്ടാവുമ്പോൾ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും 11.5 ക്രോമോസോം ഓരോ കുട്ടിയുടെ ഓരോ സെല്ലിലും. കൊച്ചുമക്കൾക്ക് മക്കളുണ്ടാവുമ്പോൾ മുതുമുത്തച്ഛൻ്റെയും മുതുമുത്തശ്ശിയുടെ 5.25 ക്രോമോസോം കുട്ടിയുടെ ഓരോ സെല്ലിലും ഉണ്ടാവും. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ 800 വർഷം കഴിയുമ്പോൾ 32 തലമുറകൾ കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന അവസാനത്തെ ക്രോമോസോം ഇല്ലാതാവും. പക്ഷേ ഈ ക്രോമോസോം ഉണ്ടാക്കപ്പെട്ട ജീൻസ് തുടരും. ഈ ജീൻസ് എത്ര കാലം ഇൻഡിപെൻഡൻ്റായിട്ട് തുടരും? ആധുനിക ശാസ്ത്രം പറയുന്നു 12,000 വർഷങ്ങൾ, 12,000 years. അതായത് നമുക്കൊരു കുട്ടി ജനിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ മരിച്ച് നമ്മുടെ ശരീരം ഭസ്മമായി കഴിഞ്ഞാലും നമ്മുടെ DNA മോളിക്യൂളിലൂടെ നമ്മുടെ ജീവൻ്റെ ഒരു അംശം ഈ ഭൂമിയിൽ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. 12,000 years, 12,000. ഇത് നമ്മൾ പുറകോട്ടെടുത്താലോ ഇതിൻ്റെ കണക്ക് ശാസ്ത്രം വളരെ ഭംഗിയായിട്ട് പറയുന്നു. അച്ഛനും അമ്മയും കൂടെ 2, മുത്തച്ഛനും മുത്തച്ഛി 4, 3 മുത്തച്ഛന്മാർ 3 മുത്തച്ഛന്മാർ 8. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്ര പൂർവ്വപിതാക്കന്മാരുടെ ക്രോമോസോം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? 800 വർഷം കൊണ്ട് 15,60,000 പൂർവ്വപിതാക്കന്മാരുടെ ക്രോമോസോം നമ്മുടെ ഓരോ സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്ര പൂർവ്വപിതാക്കന്മാരുടെ മാതാക്കന്മാരുടെയും ജീൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ശാസ്ത്രം പറയുന്നു 3,20,00,000 പൂർവികരുടെ ജീൻസ് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ആത്മദേവൻ വഞ്ചിക്കപ്പെടുകയാണ്. ആത്മദേവന് കുട്ടി ഉണ്ടാവാനായിട്ട് ഇത്രയും പ്രാർത്ഥിച്ച് പഴമൊക്കെ കൊടുത്തു. അവസാനം എന്ത് പറ്റി? അദ്ദേഹം കുട്ടിയെന്ന് വിചാരിച്ച് ലാളിച്ച് 2 എണ്ണവും അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുട്ടിയാണ്. ഈ കൊണ്ടുതന്ന കുട്ടി അദ്ദേഹത്തിൻ്റെ DNA അല്ല, ഭാര്യയുടെ അനിയത്തിയുടെ കുട്ടിയാണ്. മറ്റേതോ പശു പ്രസവിച്ച കുട്ടി, പഴം തിന്ന, ഇദ്ദേഹത്തിൻ്റെ DNA ഒന്നുമില്ല, പഴത്തിൻ്റെ DNA മാത്രമേ രണ്ടാമത്തിനകത്തുള്ളൂ. അപ്പോൾ 2 പിള്ളേരെ വെച്ചിട്ട് ഈ പാവം മനുഷ്യനെ പറ്റിച്ച് 2 സ്ത്രീകളോട് കൂടി അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭൂതമായ ഒരു കുട്ടിയെ ആ അച്ഛനെ ലാളിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിതൃത്വവും മാതൃത്വവും വഞ്ചിക്കപ്പെടേണ്ട ഒരു കാര്യമായി മാറ്റാൻ പാടില്ല. അത് വളരെ അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. ഈ കഥയെ ശ്രീമദ് ഭാഗവതത്തിലേക്ക് കൃത്യമായി യോജിപ്പിക്കുന്ന ഒരു തന്തുകൂടി ഈ കഥയിലുണ്ട്. അത് ഈ കഥയുടെ സാരമായി നാം ഗ്രഹിക്കണമെന്ന് തോന്നുന്നു. അതായത് ആത്മദേവന് നേരിട്ടിട്ടുള്ള എല്ലാ പീഡകളെയും അദ്ദേഹം ഈശ്വരാഭിമുഖമാക്കി മാറ്റുന്നതിനുള്ള ഒരു ഉപായമായി കൂടി തിരിച്ചറിയുകയാണ്, അല്ലേ? അപ്പം നമുക്കുണ്ടാവുന്ന എല്ലാ ഡിഫിക്കൽട്ടീസിനെയും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലേ? ആ ഡിഫിക്കൽട്ടീസിനെ ഓപ്പർച്യൂണിറ്റി ആക്കുന്നവനാണ് ധീരൻ. അത്തരമൊരു ധീരത ആത്മദേവൻ ഉണ്ടായി എന്നുള്ളിടത്താണ് ആത്മദേവൻ ആദരിക്കപ്പെടുന്നത്. നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തുടരാം. There is a possibility behind every difficult situation എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതെ. അപ്പോൾ അതിലേക്ക് വരുന്ന അതുമായിട്ട് സമരസപ്പെടുന്ന ഒരു വിഷയം തന്നെയായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. വേദക്കുട്ടി ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിങ്ങനെ അങ്ങ് ശ്രദ്ധയായിട്ട് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് സംവാദാമൃതം അവസാനിപ്പിക്കാം, അല്ലേ? വേദക്കുട്ടിക്ക് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ ഒരു ചെറിയ ഉപഹാരമുണ്ട്. സ്വാമിജിയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും കേട്ടോ. അപ്പൊ വേദക്കുട്ടി ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തതായി ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയായി നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക.
ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ, പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ, ഓ, മാ, ഓ, മാ, ഓ. ക്രമേണ മാ, ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. നമ്മൾ ഇന്ന് വേദ അവതരിപ്പിച്ച മനോഹരമായ ഒരു റോൾ പ്ലേ കണ്ടു. ഈ റോൾ പ്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ മറ്റൊരു അധ്യായവുമായി കാണാൻ കഴിയട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വലിയ മത്സ്യങ്ങൾ ധാരാളമുള്ള ഈ നദിയിൽ തന്നെ ഉപേക്ഷിച്ചാൽ അവ തന്നെ ഭക്ഷിക്കുമെന്നും അതിനാൽ തനിക്ക് അഭയം നൽകണമെന്നും മത്സ്യം മഹർഷിയോട് പറഞ്ഞു. അറിവ് അപഹരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവരുടെ കയ്യിൽ അത് കിട്ടിയാൽ അത് ലോകത്തിന് ഉപദ്രവമായിട്ട് തീരും. വേദജ്ഞാനം നഷ്ടപ്പെടാം എന്ന് വെച്ചാൽ അപഹരിക്കുന്നു എന്നർത്ഥം, നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നിൽ നിന്നും പണം അപഹരിച്ചു എന്ന് വെച്ചാൽ എന്നെ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പേരുകളും വളരെ വളരെ സാമ്യമുള്ളതാണ്. ഈജിപ്തിൽ മീൻസ്, ഗ്രീസിൽ മീനോസ്,
വേദപുസ്തകത്തിൽ മനു അല്ലെങ്കിൽ നു, ഇവിടെ വരുമ്പോൾ മനു. കോസ്റ്റ്യൂം കടസി ഫോർ ശിവാനി, ലാഡിഡ, കൊട്ടിയൂർ, പെരുമ്പാവൂർ.